സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരത്തോടെ കേരള വിഷൻ നടപ്പിലാക്കുന്ന ഇന്ത്യ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ റോട്ടറി ക്ലബ് കൊല്ലം മെട്രോ സ്പോൺസർ ചെയ്യുന്ന ബേബി കിറ്റുകളുടെ വിതരണോദ്ഘാടനം നടന്നു. കൊല്ലം വിക്ടോറിയ ഹോസ്പിറ്റലിൽ നടന്ന ചടങ്ങ് എം നൌഷാദ് MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായി ബേബി കിറ്റ് നൽകുന്ന പദ്ധതിയാണ് കേരള വിഷന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ്. കുരുന്നുകൾക്ക് ആദ്യ സമ്മാന കിറ്റ് നൽകുന്ന പദ്ധതിക്ക് ജനപിന്തുണ ഏറുകയാണ്. റോട്ടറി ക്ലബ്ബ് കൊല്ലം മെട്രോ സ്പോൺസർ ചെയ്യുന്ന കിറ്റുകളുടെ വിതരണോദ്ഘാടനം കൊല്ലം വിക്ടോറിയ ആശുപത്രിയിൽ ഇരവിപുരം MLA എം നൌഷാദ് നിർവഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ റോട്ടറി ക്ലബ്ബ് എന്നും മുന്നിലാണെന്ന് പ്രസിഡന്റ് അലക്സ് വർഗീസ് പറഞ്ഞു. നിർധനരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതടക്കമുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിൽ റോട്ടറി ക്ലബ്ബ് മുന്നിലാണെന്നും അലക്സ് വർഗീസ് പറഞ്ഞു. ആദ്യം മുതൽ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ മുമ്പിൽ തന്നെയാണ്. ഈ വർഷം ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ 2 നിർധനരായ കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നത് ഉൾപ്പെടെ 63 സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുവാൻ തക്കവണ്ണം അവരെ തൊഴിൽ പരിശീലനം നൽകി 3 മാസത്തെ തയ്യൽ പരിശീലനത്തിന് ശേഷം അവർക്ക് ഗ്യാരണ്ടി ആയിട്ട് തന്നെ തൊഴിൽ നിയമനവും ലഭിക്കത്തക്കവണ്ണം സാഹചര്യങ്ങൾ ഉണ്ടാക്കിയാണ് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ക്ലബിന്റെ വകയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലവ് കൂടുതലായ ഈ പദ്ധതി മറ്റ് സംഘടനകൾ ഉപേക്ഷിച്ചപ്പോൾ കൃത്യമായ ഗുണനിലവാരത്തോടെയുള്ള ഉൽപ്പന്നങ്ങൾ നൽകി പദ്ധതി തുടരുന്നതിൽ ക്ലബ്ബ് ഭാരവാഹികളെയും കേരള വിഷനെയും റോട്ടറി ക്ലബ്ബ് കൊല്ലം അസിസ്റ്റന്റ് ഗവർണർ വിപിൻ കുമാർ അഭിനന്ദിച്ചു. 1600 രൂപയിൽ ബേബി കിറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് അത്ര വലുതല്ല. കാരണം അതിനേക്കാൾ ആ പൈസ കൊണ്ട് വേറെ എന്തെങ്കിലും പ്രോജക്ട് ചെയ്യാനാണ്. അപ്പോൾ അലക്സ് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഇതെടുത്ത് ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിനെക്കുറിച്ച് തിരക്കിയപ്പോൾ 1600 രൂപ എന്ന് പറയുന്നത് അത്രത്തോളം ക്വാളിറ്റി ഉള്ള അത്രത്തോളം പ്യൂരിഫൈ ചെയ്ത 5 times പ്യൂരിഫൈ ചെയ്ത മെറ്റീരിയൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അത്രയും റേറ്റ് അതിന് വരും എന്നുള്ളത് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഏറ്റവും നല്ല, നിങ്ങൾക്ക് സുഖമായി ഉറങ്ങുവാൻ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റിയുള്ള ഒരു മെറ്റീരിയലാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അത് സംഭാവന ചെയ്യുവാൻ മനസ്സ് കാണിച്ച റോട്ടറി ക്ലബ്ബ് കൊല്ലം മെട്രോയ്ക്കും കേരള വിഷനും എല്ലാവിധ ആശംസകളും നേരുന്നു. സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് 60,000-ന് മുകളിൽ കിറ്റുകൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞുവെന്ന് COA കൊല്ലം ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു പറഞ്ഞു. പദ്ധതി റോട്ടറി ക്ലബ്ബ് ഏറ്റെടുത്തത് കൂടുതൽ കരുത്തു പകരുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനോടകം തന്നെ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് 60,000-ന് മുകളിൽ കിറ്റുകൾ വിതരണം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. വിവിധ സംഘടനകൾ ഞങ്ങൾക്ക് അതിനോടൊപ്പം കോർത്തുകൊണ്ട് സഹകരിച്ചിട്ടുണ്ട്. ലേക് ഷോർ, അതേപോലെ ഫെഡറൽ ബാങ്ക് ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും മുന്നോട്ട് വന്നു. ഈ പദ്ധതി റോട്ടറി ക്ലബ്ബ് ഏറ്റെടുത്തോടുകൂടി അതിനൊരു കൊണ്ടിളക്കം വന്നു എന്ന് തന്നെയാണ് കേരള വിഷൻ കണ്ടത്. കേരളത്തിൽ 14 ജില്ലകളിലും ഇതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ലോക പ്രശസ്ത ജീവകാരുണ്യ സന്നദ്ധ സംഘടനയായ റോട്ടറി ക്ലബ്ബുമായി ചേർന്ന് ഈ പദ്ധതി ഒരു വൻ വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. COA ജില്ലാ സെക്രട്ടറി E നൌഷാദ്, റോട്ടറി ക്ലബ്ബ് കൊല്ലം മെട്രോ സെക്രട്ടറി അരുൺ പ്രകാശ്, സർവീസ് പ്രോജക്ട്സ് ചെയർമാൻ ഡോക്ടർ വർഗീസ് കായൽവാരത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ് കൊല്ലം.